മഹാഭാരതം എന്ന പേരിൽ രണ്ടാമൂഴം എന്ന കൃതി സിനിമയാക്കാൻ ശശികല ടീച്ചർ സമ്മതിക്കില്ല. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികലയുടെ ഭീഷണിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത്. കേരളത്തിലെ സംഘപരിവാർ നേതാക്കൾ കേട്ടാലറയ്ക്കുന്ന ഭാഷയുമായിട്ടാണ് തെരുവിൽ പോർവിളി നടത്തുന്നത്. നിലവാരമില്ലാത്ത ഭാഷയിൽ വർഗീയ വിഷം തുപ്പുന്നതിൽ ഇവർ മത്സരിക്കുന്നത് സാക്ഷി മഹാജനോടും സ്വാതി പ്രാജിയോടുമൊക്കെയാണ്. മഹാഭാരതം സംരക്ഷിക്കാൻ സ്വയം പ്രഖ്യാപിത കുത്തക പാട്ടക്കാർ ആവുന്നതിന് മുൻപ് ഈ പുസ്തകം ഒന്ന് നിവർത്തി വായിക്കണം എന്നാണ് ഇക്കൂട്ടരോട് രമേശ് ചെന്നിത്തല പറയുന്നത്. മഹാഭാരത ചരിത്രത്തെ തലകീഴായി അവതരിപ്പിച്ച കൃതിയാണ് രണ്ടാമൂഴം. ആ പേരിൽ തന്നെ സിനിമയും മതി. രണ്ടാമൂഴം മഹാഭാരതം എന്ന പേരിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ശശികല പറയുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മഹാഭാരതം. ചരിത്രത്തെയും വിശ്വാസത്തെയും വികലമാക്കുന്ന കൃതിക്ക് മഹാഭാരതം എന്നുള്ള പേര് ഒട്ടും അംഗീകരിക്കാൻ ശശികല ടീച്ചറിന് അങ്ങോട്ട് പറ്റുന്നില്ല. രണ്ടാമൂഴം മഹാഭാരതം എന്ന പേരിൽ പ്രഖ്യാപിച്ചപ്പോ ഈ സോഷ്യൽ മീഡിയയില് സംഘപരിവാർ അനുകൂലികളൊക്കെ വലിയ പ്രതിഷേധവുമായിട്ട് എത്തിയിരുന്നു. കേരളത്തിലെ യുവ MLA-മാരിൽ ഒരാളായ VT ബൽറാമിന് സോഷ്യൽ മീഡിയ സൈറ്റായ ഫേസ്ബുക്കിലെ യുദ്ധം ഒഴിഞ്ഞ നേരമില്ല. ഒന്നുകിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ CPM സൈബർ കൊട്ടേഷൻ ടീം. ഇവർ രണ്ടുമാണ് ബൽറാം MLA-യുടെ പ്രഖ്യാപിത ശത്രുക്കൾ. പക്ഷെ ഇപ്പൊ അദ്ദേഹം എത്തിയത് മോഹൻലാലിന്റെ രണ്ടാമൂഴം മഹാഭാരതം എന്നുള്ള പേരിൽ റിലീസ് ചെയ്താൽ തിയേറ്ററിൽ കാണില്ല എന്ന ശശികലയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായിട്ടാണ്. ഇതിൽ പ്രതികരിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് മോഹൻലാലിനോടാണ്. ബഹുമാനപ്പെട്ട മോഹൻലാൽ, ഡോക്ടർ സനിൽ P. ഇളയിടത്തിന്റെ മഹാഭാരതം സാംസ്കാരിക ചരിത്രം എന്ന പ്രഭാഷണ പരമ്പര താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ തിരക്കുകൾക്കിടയിൽ കേൾക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് തുടങ്ങുന്ന പോസ്റ്റ് മഹാഭാരതം എന്നാൽ അങ്ങനെയൊരു വ്യാസൻ മാത്രം എഴുതിയ മോണോലിത്തിക് ടെക്സ്റ്റ് അല്ലെന്നും സഹസ്രാബ്ദങ്ങളിലൂടെ വാമൊഴിയായി പകർന്ന് എത്രയോ അധികം പ്രാദേശിക പാഠഭേദങ്ങളിലൂടെ വളർന്ന് വികസിച്ച് ആഴത്തിലും പരപ്പിലും അതിവിശാലമായി നിലകൊള്ളുന്ന ഒരു കാവ്യപ്രപഞ്ചമാണെന്നതും അതൊരു കേവല മതഗ്രന്ഥമല്ലെന്നും അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ കുത്തക അവകാശം ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ വിശ്വാസി വിഭാഗങ്ങൾക്കോ തീരെഴുതി കൊടുത്തിട്ടില്ലെന്നും താങ്കളുടെയും ശശികലയുടെയും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയ പല സംഖ്യകൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ആ മനോഹരമായിട്ടുള്ള ബ്ലോഗ് പോസ്റ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് VT പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പറയുന്നത് മോഹൻലാലിനോടാണെങ്കിലും ഉദ്ദേശിച്ചിരിക്കുന്നത് മൊത്തം ശശികലയെ കുറിച്ചാണ്. പ്രവാസി വ്യവസായിയായ BR ഷെട്ടിയുടെ നിർമ്മാണത്തിൽ 1000 കോടി ബഡ്ജറ്റിലാണ് മഹാഭാരതം എത്തുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. VA ശ്രീകുമാർ മേനനാണ് MT വാസുദേവൻ നായരുടെ രചനയിലുള്ള രണ്ടാമൂഴം സിനിമയാക്കുന്നത്. സിനിമയിൽ ഭീമനായിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം എത്തുന്നത്. ഇനി കാത്തിരുന്ന് കാണേണ്ടത് ലാലേട്ടന്റെ കട്ട ഫാൻസ് ആയ സംഘികൾ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും എന്നതാണ്.